അസ്സലാമലൈക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പച്ച മുന്തിരി വെച്ചിട്ടുള്ളൊരു നല്ല ഒരു ജ്യൂസാണ് റെഡിയാക്കുന്നത്. നമുക്ക് നോമ്പത്തുള്ള സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ജ്യൂസാണ്. അപ്പോൾ ഇത് എങ്ങനെ റെഡിയാക്കണം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തുള്ളത് കുറച്ച് പുളിയുള്ള മുന്തിരിയാണ്. പിന്നെ ഈ പച്ച മുന്തിരി പുളിയുള്ളതും നല്ല മധുരമുള്ളതും ഉണ്ടാവും. അപ്പോൾ ഇതിൽ കുറച്ച് പുളിരസമുള്ള മുന്തിരി ആകുമ്പോൾ നമുക്ക് ജ്യൂസ് നന്നായി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ മുന്തിരി കുറച്ച് സമയം വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നല്ല കഴുകി വാരി എടുത്തതാണ്. അത് നമ്മൾ മിക്സിൻ്റെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഐസ് വാട്ടർ, കുറച്ച് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുക. മുന്തിരിയുടെ ഒപ്പം ഉള്ള വെള്ളം മതി. പിന്നെ ഇതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറഞ്ഞൊരു എരിവുള്ള ഒരു ജ്യൂസാണിത്. അധികം എരിവൊന്നുമില്ല. എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിന് പകുതി ഇട്ട് കൊടുത്താൽ മതി. ഒരു മുളകിൻ്റെ പകുതി ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെറിയൊരു എരിവും ഒരു മധുരവും പുളിയും ഒക്കെ ഉള്ള നല്ലൊരു തണുത്ത നല്ലൊരു ഡ്രിങ്ക്, നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം റെഡിയാക്കി നോക്കുക. ഇതേപോലെ പുളിയുള്ള പച്ചമുന്തിരിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ നല്ല ജ്യൂസ് അടിച്ചാൽ നല്ല ടേസ്റ്റിൻ്റെ കുടിക്കാൻ. നമ്മൾ നോമ്പ് തുറ സമയത്ത് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊന്ന് ഷെയർ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്താൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുന്നതാണ്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ്.